യാത്രയ്ക്ക് പോകാൻ തയ്യാറെടുത്തോ. പ്രസവിച്ച് കിടക്കുന്ന ഭാര്യയോട് പറയുകയാണ്, ചോര കുഞ്ഞിനെയും എടുത്തിട്ട് യാത്രയ്ക്ക് തയ്യാറെടുത്തോ. ഹാജറ ചോദിച്ചു, എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചില്ല. ഭർത്താവ് ഒരുങ്ങാൻ പറഞ്ഞു, ഞാൻ പ്രസവിച്ച് കിടക്കുകയാണെന്ന് പറഞ്ഞില്ല. ഒരുങ്ങാൻ പറഞ്ഞു. ആ സാലിഹത്തായ പെണ്ണനുസരിക്കുകയാണ്. ഭർത്താവ് ഒരുങ്ങാൻ പറഞ്ഞു, ആ പെണ്ണൊരുങ്ങുകയാണ്. തന്റെ ചോര കുഞ്ഞിനെ എടുത്തു. അല്ലാഹുവേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കടന്നു പോവുകയാണ്. അവസാനം യാത്ര ചെയ്ത് മക്കയിലെത്തിയിട്ട് പടച്ചവനെ, സഫാ മർവ എന്ന് പറയുന്ന രണ്ട് മലകളുണ്ടല്ലോ. അല്ലാഹുവേ, ജനവാസമില്ലാത്ത ഒരു പറവ് പോലും പറക്കുന്ന പോകാത്ത ഒരു പറവ് പോലും ഇല്ലാത്ത ഒരു മനുഷ്യനില്ലാത്ത രണ്ട് മലകൾക്ക് നടുവിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും ചോരക്കുഞ്ഞിനെയും അതാ ഇബ്രാഹിം നബി ഇറക്കി വിട്ടിട്ട് കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള കാരക്കയും കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു നടക്കുകയാ. സാറാ ബീവി ഇങ്ങനെ അതാ ഹാജറാ ബീവി അത്ഭുതത്തോടെ നോക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ചോദിക്കുന്നതിനൊന്നും മറുപടി പറയാതെ മിണ്ടാതെ നടന്നു പോവുകയാ. ഹാജറാ ബീവി ചോദിച്ചു, നബിയേ, അല്ലാഹുവിന്റെ കൽപ്പനയാണോ അതോ സ്വന്തം തീരുമാനമാണോ? ആ സമയത്തിന്റെ പ്രിയമുള്ളവരെ, ഹാജറാ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അവിടുന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അവിടുന്ന് പറയുന്നു, ഹാജറാ, ഇത് എന്നെ പടച്ച റബ്ബിന്റെ തീരുമാനമാ. ഹാജറാ തന്റെ ചോരക്കുഞ്ഞിനെ നെഞ്ചിലേക്ക്